Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് കുറച്ച് കാര്യം പറയണ്ടേ, ഒത്തിരി കാര്യമൊന്നുമില്ല. എന്താണെന്നറിയോ, ബേസിക്കലി എനിക്ക് കിട്ടുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഞാൻ വെജിറ്റേറിയൻ ഡിഷസ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. ഇന്ന് പക്ഷേ വെജിറ്റേറിയൻ ഡിഷാന്നു, പക്ഷെ അതൊരു എന്നാ പറയുന്നത്, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആക്കാം കേട്ടോ, വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും ഇന്നൊരു വെജിറ്റേറിയൻ ഒരു സ്റ്റാർട്ടറും ഒരു ഫ്ലോട്ടുമാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു ഫ്ലോട്ട് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് വേറൊരു ഫ്ലോട്ടാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എപ്പോഴും ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന സമയത്ത് വൈകുന്നേരമേ എപ്പോഴും വീട്ടിൽ പരാതി വരുന്ന ഒരു കാര്യമാണ് എന്നതേലും ഒരു സ്നാക്ക് വേണം എന്നുള്ളത് അല്ലേ. അത് ഈ പറഞ്ഞ കൂട്ട് നമുക്ക് ഉഴുന്നുവട, പരിപ്പ് വട, ഏത്തക്കാപ്പം അല്ലെങ്കിൽ പിന്നെ ഇലയപ്പം, ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ തന്നെയും പിന്നെയും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്റ്റാർട്ടർ കണ്ടുപിടിച്ച എന്നാന്ന് വെച്ചാൽ ഇത് വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ നമ്മൾ ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഡിഷും കൂടെ ആയിക്കോട്ടെ. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പനീർ സോയ സാധനങ്ങളൊക്കെ എന്നാന്നുള്ളത് ആദ്യം പറഞ്ഞേച്ച് ഗുണങ്ങളും കൂടെ പറയാം. പക്ഷേ ഈ ഗുണങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ പറഞ്ഞില്ലേലുണ്ടല്ലോ പിന്നെ അങ്ങ് മറന്നു പോവുകയല്ലേ. അപ്പം ഇനി ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ സമൂസായ്ക്ക് രണ്ടാണ് അതിൻ്റെ സ്റ്റെപ്പ് പറയുന്നത്. ഫസ്റ്റ് അതിൻ്റെ മാവ് കുഴച്ച് വെക്കണം. സെക്കൻഡ് അതിനകത്തുള്ള ഫില്ലിംഗ് ആണെന്നു സെക്കൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, നമുക്ക് അതിൻ്റെ മാവ് കുഴച്ച് വെക്കണം. അപ്പോൾ മാവിന് എന്നാക്കിയാണ് വേണ്ടിയെന്ന് വെച്ചാൽ ശരീരത്തിന് ഒരു ഗുണവുമില്ലാത്ത മൈദ. പക്ഷെ എന്നാ ചെയ്യാനാ, അതല്ലാതെ നിവൃത്തിയില്ല. എന്നാൽ ഹെൽത്ത് കുറച്ച് നന്നായിക്കോട്ടെ, നമുക്ക് ഇച്ചിരി റവയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിടാം. ഇപ്പം വറുത്ത റവ തന്നെ വേണമെന്നൊന്നുമില്ല, സാധാ റവ മതി. പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ മാവ് കുഴയ്ക്കാൻ പോകുന്നതിൻ്റെ ഫസ്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മുടെ എന്നാ പറയുന്നത്, അതിനകത്ത് ഫില്ലിങ്, സമൂസയ്ക്കകത്തൊരു ഫില്ലിങ്. ആ ഫില്ലിങ് ബേസിക്കലി നമ്മൾ എന്നാ പറയുന്നത് നോൺ വെജ് വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. പക്ഷേ ഈ വെജ് ഉണ്ടല്ലോ ഇതും നല്ലതാണ്. അതിനെന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് നമുക്ക് വെജിറ്റബിൾ ഓയിൽ തന്നെ വേണം. അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് തന്നെ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് സവാള. അതെന്നാന്ന് വെച്ചാൽ സവാളയുടെ കണക്കൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന എത്രയാന്ന് വെച്ചാൽ ദേശം പറയുകയാണെങ്കിൽ ഒരു മുഴുത്ത ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി, അതും കുഞ്ഞു കുഞ്ഞായിട്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ, അതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക. നമ്മൾ അരിയുന്ന വെജിറ്റബിൾസിനെല്ലാം ഒരു ഭാഷ, അതായത് കുഞ്ഞു കുഞ്ഞായിട്ടാണെങ്കിലും എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അങ്ങ് അരിഞ്ഞ് വയ്ക്കും. പിന്നെ ഉള്ളത് സോയ ഗ്രാന്യൂൾസ് ആയിട്ടും കിട്ടും വാങ്ങാൻ. പക്ഷെ ഞാൻ ഇന്ന് മേടിച്ചേക്കുന്ന നമ്മുടെ വലിയ സോയായ. ഇത് എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ എണ്ണയിൽ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ ഏത് ഡിഷായാലും സോയ വെച്ച് ചെയ്യാൻ പോകുന്ന ഏത് ഡിഷാണെന്നേലും ഇത് കുറച്ച് നേരം ഉണ്ടാക്കുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പേ ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ അത് നല്ല സോഫ്റ്റ് ആവും. എന്നേച്ച് എന്നാ ചെയ്യണം, ഹാഫ് ആൻ അവർ കഴിയുമ്പോഴത്തേക്ക് ഈ സോയ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ആ വെള്ളം ഇതിനകത്തോട്ട് വെള്ളം എല്ലാം കൂടെ കയറുവേ. അന്നേരം ഇതങ്ങ് പിഴിഞ്ഞ് മാറ്റി ഒട്ടും വെള്ളമില്ലാതെ മാറ്റി വെച്ചേക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അല്ലാതെ സോയ മേടിച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഒക്കിയല്ല, വെള്ളത്തിടണം. പിന്നെ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ. ഈ സോയ തന്നെ ഇട്ട പിള്ളേർ ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് എന്നാ ചെയ്യണമെന്നറിയാം, കുറച്ച് പനീറും കൂടി ഇട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി എന്നാ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ നമ്മുടെ മാവ് കുഴച്ച് വെക്കാൻ പോവാം. അതിന് ഈ പറഞ്ഞ കൂട്ട് വലിയ ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാ നമ്മുടെ വെള്ളം ഇട്ട് കുഴച്ച് വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ
കുറച്ച് റവ, ഒരുപാട് വേണ്ട, കുറച്ച് റവ ഇട്ടേച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരിച്ചിരി നെയ്യാന്ന് വെച്ചാൽ നെയ്യ് ഇടുന്ന എന്നാത്തിനാണെന്നറിയാം, ഒരു നല്ലൊരു മണം ഉണ്ടാവും. മാത്രമല്ല കുറച്ച് ക്രിസ്പി ആവും. പിന്നെ അതിന് വേണ്ടി ഈ മാവിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്. ഇനി ചൂടുവെള്ളമൊന്നും വേണ്ട, സാദാ വെള്ളം മതി. ഒത്തിരി ക്രിസ്പി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുഴയ്ക്കുന്ന മാവിന് ഒത്തിരി കട്ടി വേണ്ട. എന്നാ പറഞ്ഞ ഒരു ടൈറ്റ് ഡോ ആയിട്ട് അങ്ങ് കുഴച്ച് വെച്ചാൽ മതി. അതല്ല നമ്മുടെ സമൂസ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെക്കണം. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചേച്ച്, എണ്ണയുടെ അളവ് പറയുവാന്നേൽ നമ്മൾ ഇത്രയും സാധനമല്ലേ, ആ സാധനം ഫുൾ വഴറ്റാനുള്ള എണ്ണ ഇതിനകത്ത് ഒഴിക്കുക. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇടാം. ഉള്ളിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി, ഒത്തിരി വേണ്ട, കുറച്ചെന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ ഇട്ടു. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ എരിവ് അനുസരിച്ച് എത്രയാ പച്ചമുളക് വേണ്ടിയെന്ന് വെച്ചാൽ അത്. അതുകൊണ്ട് ഞാൻ പച്ചമുളകിൻ്റെ അളവൊന്നും പറയുകയില്ല, എത്ര വേണ്ടെന്ന് വെച്ചാൽ കേട്ടോ. പിന്നെ ഇതിനകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉണ്ട്, അതും കൂടെ നോക്കിയേച്ച് വേണം. ഇനി നമ്മുടെ ഈ ഉള്ളിയുടെ അളവ് അതാ മൂത്ത് വരുന്നതിൻ്റെ കണക്ക് എങ്ങനെയാണെന്നറിയാവോ? ശരിക്കും ഒരു ബ്രൗൺ ആവണം, ഒരു ഒത്തിരി ബ്രൗൺ അല്ല. എന്നാ പറയുക, നമ്മൾ കട്ട്ലേറ്റിനൊക്കെ മൂപ്പിക്കുകയല്ലേ, അത് അത്ര കൂടെ ബ്രൗൺ ആയിട്ടല്ല നമ്മൾ മൂപ്പിക്കുന്നത്. കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോൾ എടുക്കുകയല്ലേ, കുറച്ചൊന്ന് വഴന്നിട്ട് കുറച്ചുകൂടെ അപ്പുറം പോവല്ലേ, അപ്പോഴത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടണം. ഇത് ഇച്ചിരി മൂത്ത് പെട്ടെന്ന് മൂക്കണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലേ ഇച്ചിരി ഉപ്പിടണമെന്ന്. അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച്, ഒരുപാട് ഇടുകയില്ല, കുറച്ചേ ഇടത്തുള്ളൂ. പിന്നെ എന്നാന്ന് വെച്ചാൽ ബാക്കി എല്ലാം ചേരാനുള്ളതല്ലേ, അതെല്ലാം ചേർത്ത് എല്ലാം നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് നോക്കുമ്പോഴാ കറിക്ക് രുചി അറിയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഉള്ളി ഒത്തിരി മൂത്ത് പോകണ്ട, എന്നാൽ വാടുകയല്ല, എന്നാൽ അതിനപ്പുറേ എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു ഇച്ചിരി അപ്പുറേ ആയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ? ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ ഇടണം. ടൊമാറ്റോയുടെ ഫ്ലേവറൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നതിൽ ഒത്തിരി ഇട്ടേച്ചാൽ മതി, അല്ലെങ്കിൽ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇത് ഇവിടെ കിടന്ന് വാടുന്ന സമയത്ത് നമുക്ക് എന്നാ ചെയ്യണമെന്നറിയാവോ? ഈ സോയ ഗ്രാനുൾസ് മേടിക്കുന്നതെങ്കിൽ അത് മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സോയ ചങ്ക്സിനെ നമ്മൾ വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചേക്കുക. ഇതിനെ നമുക്ക് മിക്സിയിലിട്ട് 1 സെക്കൻഡ്, അതായത് ഒന്ന് അടിക്കുമല്ലേ, ആ ഒരു പരുവത്തിനെടുക്കണം. ഇത് അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും നമ്മൾ ഈ കട്ട്ലേറ്റിനൊക്കെ ഇറച്ചിയൊക്കെ മിൻസ് ചെയ്ത് കിട്ടുമല്ലേ എന്ന് പറഞ്ഞ കൂട്ട് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വേവിച്ച് വെച്ച് ഇങ്ങനെ പിച്ചി പറിക്കുമല്ലേ, അന്നേരം ആ കൂട്ടായാലും ആവും. ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതിനകത്തോട്ട് ഞാനിത് ഇടുവാണേ. ഇങ്ങനെ അടിച്ചിടുമ്പോഴത്തേക്കുണ്ടല്ലോ ഒട്ടും കണ്ടുപിടിക്കുകയല്ല ഇത് സോയയാണ്.
ഏറ്റവും കൂടുതൽ കുഴഞ്ഞെടുക്കരുത്, നല്ല ഡ്രൈ ആക്കി എടുത്താലേ സമൂസയ്ക്കകത്ത് വയ്ക്കാൻ നല്ലേ ഉള്ളൂ, അതാണ് നല്ലത്. പക്ഷെ കുഴഞ്ഞു പോയാൽ എന്നെ എടുക്കുമല്ലേ, ഒന്നും ചെയ്യാനൊക്കത്തില്ല, അങ്ങ് വെച്ചു. ഇനി സോയക്കകത്ത് ബേസിക്കലി ഉണ്ടല്ലോ നമ്മൾ ഇടുന്ന മസാലയും അതും എല്ലാം ഒരു ഇച്ചിരി പിടിക്കാൻ ഇച്ചിരി എന്നാ പറയുന്നത് ഇറച്ചി മീനും പോലെ ഒന്നും പറ്റിയല്ല, അതിനകത്ത് പിടിക്കുകയില്ല, അത്രയൊന്നും പിടിക്കുകയില്ല. അപ്പോൾ ഇപ്പോൾ ഈ വഴറ്റുന്ന സമയം തന്നെ നമുക്ക് ആ പൊടിയെല്ലാം ഇടാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെയാണ് കുറച്ച് കുരുമുളക് പൊടിയേ. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാകുന്നതിൽ അതിടാം, അതല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അത് മതിയേ. ഇനി ഇത് നല്ലതായിട്ട് നമ്മൾ പൊടിയിട്ട പൊടിയെല്ലാം നല്ലതായിട്ട് മിക്സ് ആക്കിയേ. ഇനിയാന്നു ഇതിന് കുറച്ചൊരു പുളിയും കൂടെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗറും കൂടെ ഞാൻ ഒഴിക്കും. ഒത്തിരി വേണ്ട, നമ്മൾ ടൊമാറ്റോ നേരത്തെ ഇട്ടേക്കുക. ഇതിനെ നല്ലതായിട്ട് ആ പുളി എന്നാന്ന് പറഞ്ഞോ, വിനാഗിരി എന്ന് പറയുമ്പോഴത്തേനെ നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രം ഒഴിക്കരുത്, ഇങ്ങനെ ഒന്ന് തുളി തുള്ളിയായിട്ട് ഒഴിക്കുകയല്ലേ, അങ്ങനെ അങ്ങ് ഒഴിച്ചേച്ച് നമ്മുടെ ആ കംപ്ലീറ്റ് മസാല ഇതിനകത്ത് അങ്ങ് മിക്സ് ചെയ്യണം. ആ പുളിയും പൊടിയും ഈ പറഞ്ഞ കൂട്ടാ എന്നാ പറയുന്നത് കുരുമുളകും എല്ലാം എന്നുവെച്ചാൽ ഇപ്പോൾ ഇച്ചിരി ഉപ്പ് നോക്കിക്കോ വേണമെങ്കിൽ, എന്നിട്ട് ഉപ്പ് കുറവാന്നേലിടാം. അതല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടരുത്, കുരുമുളക് മാത്രമേ ഇടാവുള്ളൂ. കുരുമുളക് പൊടിയല്ലേ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്, അന്നേരം കുരുമുളക് പൊടി ഇനി ഇടരുത്. ചതച്ചേച്ചിട്ട് കഴിഞ്ഞാൽ സമൂസ കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് നല്ലതാട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പനീർ അതും കൂടെ ഫുള്ളിടുക. ഒന്നെങ്കിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിയാം, നേരം ഇല്ലെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ, കൈവച്ചിങ്ങനെ പൊടിച്ചിട്ടാൽ മതി. ഞാൻ ആ പനീർ അതിനകത്ത് ഇട്ടു. ആ പനീറിനകത്ത് നമ്മുടെ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതോ, നമ്മൾ ഈ ഇട്ടേക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ കുറച്ചൊന്ന് ഡ്രൈ ആവുകയാണെങ്കിൽ അത്രയും നല്ലത്. ഡ്രൈ അല്ലേലേ നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴത്തേന് കുറച്ചൊന്ന് ഈ പറഞ്ഞ കൂട്ട് തന്നെ എണ്ണ കുടിക്കാനും അല്ലെങ്കിൽ ആ ക്രിസ്പിനെസ് പോയേച്ച് ഫില്ലിങ്ങിൻ്റെ ആ ഭാഗത്ത് ഇച്ചിരി എണ്ണ ഇങ്ങനെ ഒത്തിരി പിടിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ആ സമൂസയുടെ ഒരു ഗെറ്റവേ പോകും. അതുകൊണ്ട് മാക്സിമം ഇതിനെ ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഇട്ടേച്ച് മാക്സിമം ഡ്രൈ ചെയ്യാൻ നോക്കും. കാര്യം എന്നാന്ന് നോൺ സ്റ്റിക്ക് പാനിൽ നമ്മുടെ സാധാ ചീനച്ചട്ടി പോലെ ഒന്നും അടി പിടിക്കുകയില്ല. മറ്റേ കൊത്തി ഇളക്കി വെച്ച് വേണ്ട കേട്ടോ. ഇതാകുമ്പോൾ നല്ല നീറ്റായിട്ട് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇത് കുറച്ചേരം ഇവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് നമ്മുടെ മാവില്ലേ അത് എങ്ങനെയാണ്, ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ മാവ്. ഇതിനകത്ത് ഇനി കുഞ്ഞു 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 ബോൾസ് ആയിട്ട്, കുഞ്ഞു 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 ബോൾസ് എന്ന് പറഞ്ഞാൽ ഒരു പൂരി ഷേപ്പ്, പൂരിയുടെ അത്രയും മതി. പക്ഷെ പൂരിയുടെ അത്രയും വരികയല്ല. കാര്യം എന്താണെന്ന് പറയുന്നത്, നമ്മളിത് ഇച്ചിരി തിന്നായിട്ടാണ് പരത്തേണ്ടത്. അന്നേരം ബാക്കി വരുന്ന മാവും കൂടെ നമുക്കിങ്ങനെ എടുക്കണം. എൻ്റെ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് ഉണ്ടല്ലോ നല്ലോണം ഡ്രൈ ആയി. ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചേച്ച് നമ്മുടെ ഇച്ചിരി ഒരു ചീനച്ചട്ടി വെച്ചേച്ച് നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് പരത്താൻ തുടങ്ങാം. അന്നേരം നമുക്ക് രണ്ട് കാര്യവും നടക്കും. ഇനി ഇതിനെ ഞാനൊന്ന് പരത്താൻ പോവാം. പരത്തുന്നതിന് മുന്നേ ഒരു കാര്യം, ഞാൻ എണ്ണയൊന്ന് ഒഴിച്ചോട്ടെ. നിറച്ച് എണ്ണ വേണം. ഇതിപ്പോൾ ശരിക്കും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നോണ്ടാണ് ഞാൻ ഒത്തിരി എണ്ണ ഒഴിക്കുന്നത്. പിന്നെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പം അച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നേരായിട്ട് മുറിച്ച് വെച്ച് നമ്മൾ കപ്പലണ്ടിയൊക്കെ മേടിക്കുമ്പോഴത്തേന് ഇങ്ങനെ ചുരുട്ടി തരുവല്ലേ കോൺ ഷേപ്പിൽ, അതേമാതിരി ചുരുട്ടി എടുത്ത് വെച്ചാൽ അറ്റം ഒന്ന് ഒട്ടിച്ചാൽ മതി.
പക്ഷെ ഞാനിപ്പോൾ ഇതത് ചുരുട്ടുകയാണെങ്കിൽ നിങ്ങൾ പറയും ഇത് സമൂസ അല്ല വേറെ ഏതാണ്ടാണ്. അപ്പോൾ അതിലും ഭേദം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന അച്ച് പക്ഷേ ട്രയാങ്കിൾ ഷേപ്പിലുള്ള അച്ചൊന്നും അല്ല. അതൊരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്നാ ഷേപ്പ് പറയും, ഒരു ഹാഫ് സർക്കിൾ ഷേപ്പാണ്. ഞാൻ കാണിച്ചു തരാം എൻ്റെ ഇരിക്കുന്ന അച്ച്. ഇതാണ് എൻ്റെ ഇരിക്കുന്ന അച്ച്. അപ്പം ഞാൻ എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഇതങ്ങിടും, ഇട്ടേച്ച് പതുക്കെ എന്നാ പറയുന്ന ആ ഒരു കുഴുവില്ലേ അച്ചിൻ്റെ, അതിനകത്തോട്ട് ഇച്ചിരി ഒന്ന് താത്തേച്ച് ഒരു സ്പൂൺ ഫില്ലിങ് ഇതിനകത്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെക്കുക എന്ന് പറഞ്ഞു, പക്ഷെ വെച്ചത് 2 സ്പൂൺ. എന്തൊരു നല്ല കാര്യമല്ലേ, പറയുന്ന കറക്റ്റായിട്ട് അങ്ങ് ചെയ്യാനും പറ്റും. പക്ഷെ എന്നാ ചെയ്യാനാ, ഞാനിത് വെച്ചപ്പോഴത്തേനും എന്നാ പറയുന്നത് ആ അച്ഛൻ്റെ കുഴുവ് നിറയുന്നില്ല. അന്നേരം ഞാൻ കുറച്ചുകൂടെ വെച്ചതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അച്ഛ അന്നേൽ ആ കുഴുവ് നിറയുന്ന അത്രയും ഫില്ലിങ് വെക്കുക. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇത് ഫുൾ ഒന്ന് കവർ ചെയ്യാൻ പോകും. കവർ ചെയ്തേച്ച് ഈ അച്ഛ അങ്ങോട്ട് അടയ്ക്കും. ഈ ഷേപ്പിനാന്നു എൻ്റെ സമൂസ. ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് വയ്ക്കട്ടെ. ഇതുപോലെ എല്ലാം ഞാൻ എല്ലാം പരത്തി. പക്ഷേ ഈ പറഞ്ഞ കൊണ്ട് സമൂസയ്ക്ക് നമ്മൾ സ്ഥിരം കാണുന്ന പോലത്തെ ഒരു ഷേപ്പ് അല്ല. എന്നാലും നമുക്കിപ്പോൾ ഉണ്ടാക്കിയ സമൂസ എണ്ണ നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ തൊട്ടിട്ടില്ല, ഫുൾ പരത്തിയതിന് ശേഷം ഇടാൻ പോകുന്നത്. അപ്പോൾ എണ്ണ നല്ല ചൂടാ. ഞാൻ ദേ ഓരോന്നായിട്ട് ഇടാൻ പോവാം. ഇനി ഇത് ഒരു ബ്രൗൺ ആവുന്നിടം വരെ, അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനകത്തോട്ട് ഇപ്പം നമ്മൾ ഫില്ലിങ് എല്ലാം ചേർത്തേച്ച് ഇച്ചിരി ബാക്കി ഉണ്ടെന്ന് വെച്ചു, അതിനകത്തോട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിനകത്ത് ഒഴിച്ചേച്ച് ഒന്ന് തിളക്കത്തില്ല. തേങ്ങാപ്പാൽ നല്ല ചൂടായിട്ട് അത് തിളയ്ക്കുന്നേ. അപ്പോൾ ആ ചൂടായി വരുന്ന സമയത്ത്, തിളയ്ക്കാറാവുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും ഒരു 2-3 കുരുമുളക് ചതച്ച് അതിൻ്റെ മേലോട്ടിട്ട് ഓഫ് ചെയ്താൽ ചപ്പാത്തിക്ക് നല്ലൊരു കറിയും കൂടിയാണ്. ഇന്ന് ഈ ഫ്ലോട്ട് ഞാൻ തിരഞ്ഞെടുക്കാൻ കാര്യം എന്നാണെന്നറിയാവോ? ശരിക്കും ഇന്ന് നമ്മുടെ കിച്ചണിൽ ആരാ വരാൻ പോകുന്നതെന്ന് അറിയാം. നിങ്ങൾ വിചാരിച്ചാണ് ഭയങ്കര വലിയ എന്നാ പറയുന്നത്, ഭയങ്കര വലിയ സെലിബ്രിറ്റീസ്, പിന്നെ ഈ പറഞ്ഞ കൂട്ട് VIPs അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്, അതായത് എൻ്റെ അടുക്കളയിൽ വരാൻ പോകുന്നത് കുഞ്ഞു പിള്ളേരെന്ന് പറഞ്ഞാൽ 3 കുഞ്ഞു പിള്ളേരല്ല, കുഞ്ഞു പിള്ളേർ. അന്നേരം ആരാന്നറിയാവോ വരാൻ പോകുന്നത്? ഒരു കൊച്ചു മിടുക്കിയും 2 മിടുക്കന്മാരും വരാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ ആ പ്രായത്തിനുള്ളൊരു മിടുക്കല്ല, അതിനേക്കാളും നല്ല മിടുക്കി പിള്ളേർ. അങ്ങനെ മിടുക്ക് പിള്ളേരും ഒരു മിടുക്കിയും, കൊച്ചു മിടുക്കിയും തന്നെയാണ്. ആരാന്നറിയണ്ടേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾ പാട്ടുകാരി ശ്രേയാണ്. ശ്രേയുടെ പാട്ട് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, എത്ര കേട്ടാലും മതിയാവുകയില്ല. പിന്നെ മിടുക്കന്മാരെന്ന് പറഞ്ഞാൽ ഒരാൾ ഗൗരവ് മേനോനും നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൗരവിന്. പിന്നെ വരുന്നത് മിനൻ. അദ്ദേഹവും ഈ പറഞ്ഞ കൂട്ട് ഒരു നാഷണൽ അവാർഡ് വിന്നറാണ്. ഭയങ്കരമായിട്ട് വരയ്ക്കും, നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്. അത് ഈ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബുദ്ധിയുള്ള പിള്ളേരാണ്. ഈ പറഞ്ഞ കൂട്ട് എന്നോട് വല്ല ചോദ്യവും ചോദിച്ചാൽ പിന്നെ ഞാൻ പറയും പോലെ അടുക്കളയിൽ പണിയുണ്ടടാ, അത് പോയിച്ച് വരാമെന്ന് പറയേണ്ടി വരും. എന്തായാലും നോക്കാം അല്ലേ, വിട്ടുകൊടുക്കണ്ട. എനിക്ക് സമൂസ എന്തായാലും ഇത്രയും മുരിഞ്ഞാൽ മതിയേ. ഞാൻ എടുക്കുക. ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഒക്കെയല്ല കുഞ്ഞെ, കുറച്ചുകൂടെയൊക്കെ ഒന്ന് മൊരിഞ്ഞോട്ടെ, അത് ആ ബ്രൗൺ നിറമായിക്കോട്ടെ എന്ന്. എനിക്ക് ഇതിൽ കൂടുതൽ മൊരിയുന്ന കാണുമ്പോൾ വലിയ പ്രയാസമാണ്. ഞാൻ എടുത്തോട്ടെ. ഇനിയിപ്പോൾ ഞാനിതെല്ലാം വറുത്ത് കോരിയേ. ഇനിയിപ്പോൾ ഇത് തണുക്കുകയല്ല, പെട്ടെന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് ആ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുമേ. പക്ഷേ ഇത് തണുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്രിസ്പിനെസ് പോവും. ഇനി എന്നാന്ന് ഒരു നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അഥവാ സപ്പോസ് നമ്മുടെ ഗസ്റ്റ് വരാനോ അല്ലെങ്കിൽ വീട്ടിൽ ഇച്ചിരി നേരം താമസിച്ചാൽ കഴിക്കുന്നതെങ്കിൽ
ഇതിനെ ഒന്നുകൂടെ ഒന്ന് ക്രിസ്പി ആക്കാൻ ഒന്നെങ്കിൽ ഓവണിൽ വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്നറിയോ, നമ്മൾ ഈ തണുത്ത് പോലെ എണ്ണ, ഈ എണ്ണേനെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി, നല്ല തിളച്ച എണ്ണയായിരിക്കണേ, അതിലോട്ട് ഇത് ഒന്നുകൂടെ ഇട്ട് ഒന്ന് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും ഡബിൾ ക്രിസ്പി ആയിട്ടിരിക്കും. ഇപ്പം എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓവനിൽ വെച്ചിട്ടേ അടുത്ത നമ്മുടെ ഫ്ലോട്ട് തുടങ്ങാം. ഫ്ലോട്ടിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് ക്രീം ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഏതായാലും മതി, പിള്ളേർക്ക് ഇപ്പോൾ ഫേവറേറ്റ് അറിയാമല്ലോ ഏതാണെന്നുള്ളത്. പിന്നെ വേണ്ടിയത് കുറച്ച് പഴം എന്നാന്ന് വെച്ചാൽ രസത്തിൽ ഞാലിപ്പൂവും പഴമായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് സ്ട്രോബെറി ചങ്ക്സ്, പിന്നെ വേണ്ടിയത് കുറച്ച് വാനില എസൻസ്, പിന്നെ വേണ്ടിയത് കുറച്ച് കൊക്കോ പൗഡർ, പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ചോക്ലേറ്റ് സിറപ്പാണ്. ഇത് പോരാഞ്ഞിട്ട് നമുക്ക് എന്നാ പറയുന്നത്, ഇതാക്കാൻ വേണ്ടിയിട്ട്, ഫ്ലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത്, ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീം വേണം, ചോക്ലേറ്റ് അല്ല, വാനില ഐസ്ക്രീം കൂടെ വേണം. അതിപ്പോൾ ഞാനിത് എടുത്തിട്ടില്ല, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഫ്ലോട്ട് തുടങ്ങാം അല്ലേ. ഞാനതൊരു ബിസ്ക്കറ്റ്, ഇപ്പം നമുക്കൊരു വലിയ ഗ്ലാസ് എടുക്കുക, നമ്മളൊരു ഫ്ലോട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു 7 ബിസ്ക്കറ്റാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ഇവിടെ 3 പിള്ളേരല്ലേ വരുന്നത്, അന്നേരം നമ്മൾ ഈ പറഞ്ഞ കൂട്ട് സമൂസായും കൊടുത്തേച്ച് ഫ്ലോട്ടും കൂടെ കുടിക്കാൻ പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കൂട്ട് പിള്ളേർക്ക് അങ്ങ് വയറ് നിറയുവേ, അന്നേരം പിന്നെ ഒന്നും തിന്നുകയില്ല. അന്നേരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ എടുക്കുകയുള്ളൂ. അപ്പം പിന്നെ എത്രയാ, നമുക്കൊരു വലിയ ഗ്ലാസ്സിന് 7 ബിസ്ക്കറ്റ്സ് ആണെങ്കിൽ ഞാനിപ്പോൾ ടോട്ടൽ 14 ബിസ്ക്കറ്റ്സേ എടുത്തുള്ളൂ. കാര്യം വെച്ചാൽ ഇത് 3 കൂടെ നമുക്ക് ഫില്ല് ചെയ്യാൻ അത്രയും മതിയാവും. പിന്നെ ഒരു ഫുൾ ഗ്ലാസ്സിന് 2 ഞാലിപ്പൂവും പഴവ. ഇതിപ്പം എന്നാന്നോ ഞാൻ ഇങ്ങനെ മുറിച്ച് വെച്ചാൽ മതി. അത് ഇപ്പം 2ആകുമ്പോൾ ഇതിന് 4 പഴം. പിന്നെ വേണ്ടിയത് കുറച്ച് സ്ട്രോബെറി ചങ്ക്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇട്ടാൽ കുറച്ചൊരു സ്ട്രോബെറിയുടെ ഫ്ലേവറും വരും, ഒരു പ്രത്യേക ഫ്ലേവറിലേക്ക് മാറും ഇത്. ഒരു വലിയ ഗ്ലാസ്സിന് ഒരു 6 പീസസ് ആണ്, അന്നേരം പിന്നെ ഞാൻ ഇതിനകത്തൊരു 10-12 ഇട്ടിട്ടുണ്ടേ. പിന്നെ കുറച്ച് കൊക്കോ പൗഡർ ഒരു 2 സ്പൂൺ, കുറച്ച് വാനില ഒരു വലിയ ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കുറച്ച് പാലൊഴിക്കാൻ പോവാ. ഫ്രോസൺ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആട്ടോ, പക്ഷെ പിള്ളേർ വേണ്ട കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീം, ഇത് ജസ്റ്റ് ഒരു വാനില ഐസ്ക്രീമിന്റെ ഫ്ലേവറിങ് വരാൻ മാത്രം ഇട്ടേച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, ഇതിന്റെ പ്രസന്റേഷൻ ആദ്യം കുറച്ച് ചോക്ലേറ്റ്, ഇനി കുറച്ച് ഐസ്ക്രീം, ഇനി കുറച്ച് ഇതിൻ്റെ മേളിൽ കുറച്ചുകൂടെ നമ്മുടെ എന്നാ പറയുന്നത് ഫ്ലോട്ട് കുറച്ചുകൂടെ ഒഴിക്കാം. നമ്മുടെ ഐസ്ക്രീം ഇടയിൽ കൂടെ കാണണം കേട്ടോ. ചിലപ്പോൾ ഞാനിങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. എന്നാ ചെയ്യാൻ നോക്കും.
ഇനി ഇതിൻ്റെ മേലിൽ നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ്സ് പൊടിച്ചിടുക. ഒത്തിരി വേണ്ട, 2-3 കുഞ്ഞു കുഞ്ഞു സാധനം. പിന്നെ ഇതിൻ്റെ മേലിൽ കുറച്ച് ചങ്ക്സ് ഇച്ചിരി ഒന്ന് മുറിച്ചിട്ടേച്ചാൽ മതി. അപ്പോൾ ഒരു റെഡിഷ് കളർ അതിനകത്ത് വരുവേ. ഇനിയാന്നു നമ്മുടെ സിറപ്പ്. ഒത്തിരി ഒന്നും ഒഴിക്കണ്ട, ഒരു കുറച്ച് ഒഴിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഫേസ് ഒക്കെ ഒഴിക്കാൻ പറ്റുവാണെങ്കിൽ, ഫേസ് എന്താ പറയുക, ഒരു ചില ഫേസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം കേട്ടോ. എനിക്ക് പറ്റൂല. ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേർ നേരത്തെ വരുമായിരുന്നെങ്കിലേ നമ്മുടെ ചിത്രകാരനോടൊന്ന് പറയായിരുന്നു, മോനെ ഇതിനകത്ത് എന്നതേലും ഒരു കലാബോധം സൃഷ്ടിക്കാൻ. ആൻറ്റിക്ക് അത്രയൊന്നും അറിയാൻ മേലല്ലോ, പിള്ളേരല്ലേ ചിലപ്പോൾ ചെയ്തു തന്നേനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് അലുക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജ് വെച്ചില്ലേ പിള്ളേർ എന്നെ തല്ലും. അപ്പം ഇതാണ് നമ്മുടെ ഫ്ലോട്ട്. എൻ്റെ കലാബോധം ഇങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മുടെ നിങ്ങൾക്ക് ഒത്തിരി കലാബോധം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം, നല്ല രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ ഇനി ഞാൻ ഇത് വച്ചില്ല, ഫ്രിഡ്ജിൽ കൊണ്ട് വച്ചില്ല എന്നുണ്ടെങ്കിലേ ഈ ഐസ്ക്രീം മാറിയിട്ട് ഞാൻ പറഞ്ഞ പേര് വേറെ വല്ലതും ആയി മാറും. ഇപ്പം എൻ്റെ മുമ്പിൽ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. കാര്യം എന്താണെന്നറിയോ, നമ്മൾ അറിയാമല്ലോ, ഞാൻ നമ്മുടെ ഫ്ലോട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുക, പിന്നെ നമ്മുടെ സമൂസ ഓവണിനകത്ത് വെച്ചേക്കുക. പിള്ളേർ വരുമ്പോഴത്തേക്ക് ഞാനത് ചൂടാക്കത്തുള്ളൂ. പിന്നെ ആ ഫ്ലോട്ട് ഈ പറഞ്ഞ കൂട്ട് ഐസ്ക്രീം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ വർത്താനം പറയുമല്ലോ. നമുക്ക് വർത്താനം പറയുന്നതല്ലേ ഇഷ്ടം. പിന്നെ എനിക്ക് എന്നാ പറയുക കൂടുതൽ ഇഷ്ടം പിള്ളേരോട് വർത്താനം പറയാനും ചുമ്മാ ആ പിള്ളേരെ ഒന്ന് ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടം കേട്ടോ. അതീ പറഞ്ഞാൽ വീട്ടിൽ പിള്ളേരോടായാലും ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നത്, അല്ല വേറൊന്നും അല്ല ചെയ്യുന്നത്. നല്ല രസമാണ്. പിള്ളേർ അവസാനം അരിശം പിടിച്ചിട്ടേ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞു തരും. നമസ്തേ നമസ്തേ. ഒറ്റയടിക്ക് 3 പേരും കൂടെ ഇങ്ങനെ നമസ്തേ ഒക്കെ പറഞ്ഞേ. എന്നാ ഉണ്ട് വിശേഷം? ഇതൊക്കെ പഠിച്ചു പറഞ്ഞു വെച്ചാണോ വരുന്നത്? സുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ ഞാൻ ഇച്ചിരി കൂടുതൽ അടുത്തോട്ട് പിടിച്ചോട്ടെ. കാര്യം എന്താ പറയാ, പെൺപിള്ളേരെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാര്യം നിങ്ങളെ ഇഷ്ടമല്ലാന്നല്ല കേട്ടോ. അന്നെന്നറിയോ, പെൺകുട്ടികളെ കാണുമ്പോൾ ആന്റിക്ക് പ്രത്യേക ഇഷ്ടം. ആന്റിക്ക് പെൺകുട്ടികൾ ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് നിനക്ക് ഞാൻ കൂടുതലൊന്നും തരില്ല, അവർക്ക് കൊടുക്കുന്ന പോലെ തരത്തുള്ളൂ. പക്ഷെ ഇച്ചിരി സ്നേഹം കൂടുതൽ കൊടുത്തോണ്ടേ. വേണ്ട വേണ്ട, പിള്ളേരെല്ലാം ഒരുപോലെ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം. അങ്ങനെയൊക്കെയാണ് അതേമേ ഗുണ്ടായസം തുടങ്ങി പിള്ളേർക്ക് ആലോചിച്ചിട്ടൊക്കെ പറയുന്നത്. എന്നാ പറയുന്നത്, നമ്മൾ ഒരു കൈ ആണോ ഇവരെ ഒരു കൈ ആക്കണോ? ഇപ്പൊ തീരുമാനിച്ചോണം എല്ലാരും ഒരു കൈയാന്നുള്ള മറക്കരുത്. ഞാൻ ഇടേ വന്നില്ലേ, അപ്പൊ പിന്നെ ഞങ്ങളൊന്നും ആയിക്കോട്ടെ ഇല്ലേ. എന്നാലും ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ ഇവിടുന്ന് ഭയങ്കര വലിയ റിയാക്ഷൻ വന്നേ. നിങ്ങൾ കുറെ നാളുകൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണോ? ആണോ? അതെ, ഞങ്ങള് നേരത്തെ പരിചയമുണ്ട്. നല്ല പരിചയമുണ്ട്. നല്ല പരിചയമുണ്ട്. അതെങ്ങനെ? ഞാൻ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരി, എന്നാ ഇന്റർവ്യൂ ആയിരുന്നു? അത് എന്തൊക്കെയോ ചേട്ടൻ ചോദിക്കും, എന്തൊക്കെയോ ചോദിച്ചേ ഒരു കാര്യമില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ ചോദിക്കൂല, ഞാൻ കാര്യമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ നമുക്ക് അവിടെ പോയിരുന്നു വർത്താനം പറയാം. ഇവിടെ ഇങ്ങനെ ചുമ്മാ നിന്നോട് വർത്താനം പറഞ്ഞ സുഖം. പണ്ട് ഇതുപോലെ കാര്യമായിട്ട് എന്തോ ചോദിച്ചോണ്ടാണ് അവള് പറഞ്ഞു എന്തൊക്കെയോ ചോദിച്ചു. അതാണ്. അപ്പൊ നിനക്ക് അത്ര സീരിയസ് അല്ലായിരുന്നു. കഷ്ടമായി പോയി മോനെ, കഷ്ടപ്പെട്ട് ഇത്രയും ചോദ്യമൊക്കെ ഉണ്ടാക്കി കൊണ്ട് പോയിട്ട് ഇവള് ഇത്ര ഈസി ആക്കി എടുത്തില്ലേ. പക്ഷെ ഞാൻ വിടുകയല്ല, കുറെ ചോദ്യം ചോദിക്കാൻ പോവാ. ടീച്ചർ ക്ലാസ്സിലൊക്കെ ടീച്ചർ നിക്കുന്ന പോലെ നിക്കാൻ പോവാ. പേടിയുണ്ടാ? അത്ര പേടിയില്ല. അച്ഛൻ പറയാൻ ഞാൻ മാറും എന്ന് വെച്ചാ കുറച്ചു നേരം നീ നിക്കട്ടെ, നീ കാര്യം പറ. എന്നോട് പറഞ്ഞേ എന്താണ്, അച്ഛൻ ഏത് സ്കൂളിലാണ്, അതായത് സ്കൂളിലെ ഫാദർ ഏത് സ്കൂളിലാണ് ആ സ്കൂളിലെ ഞാൻ ഉണ്ടാവുള്ളൂ പറഞ്ഞു. ഇവള് പറഞ്ഞു അങ്ങനെ അച്ഛൻ അതായത് ഫാദർ ഏത് സ്കൂളിലോട്ട് അറിയാം ആ സ്കൂളിലോട്ട് സ്വയം മാറി. അപ്പൊ ഇവളെന്തോ തരികടയുണ്ടേ കണ്ടോ. അവൾ എന്നാ ചട്ടമ്പിത്തരം കാണിച്ചാലും അപ്പൊ മിണ്ടുകല്ലോ ആരും അല്ലേ, സപ്പോർട്ട് ചെയ്യല്ലേ. അതാണോ സത്യം? ആണോ? അപ്പൊ കയ്യിരിപ്പ് മോശമൊന്നുമല്ല, ചട്ടമ്പിയാ. അവള് നോക്കി പേടിപ്പിച്ച അല്ലല്ല, ഞങ്ങള് തമ്മിലുള്ള ഒരു റിലേഷൻ വെച്ച് ഞാൻ അങ്ങനെ ചട്ടമ്മയെന്ന് പറയാൻ പാടില്ല. വരട്ടി നിർത്തിയേക്ക. നമുക്ക് എന്തായാലും ഒരു അവിടെ ഇരുന്നോണ്ട് കുറെ വിശേഷങ്ങൾ ചോദിക്കട്ടെ. എന്തായാലും 3 എണ്ണത്തിന് കയ്യിരിപ്പ് നല്ലല്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇത് കഴിക്കുവോ? ഇഷ്ടമാണോ? വീട്ടിലമ്മ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ കഴിക്കുവോ?
അതോ അമ്മയോട് പറയോ എനിക്കിത് വേണ്ട അത് മതി എന്നൊക്കെ പറയോ? ഇടയ്ക്കിടയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക്. എന്നതാ കൂടുതൽ ഇഷ്ടം? കൂടുതൽ ഇഷ്ടം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എല്ലാം ഇഷ്ടാ. എല്ലാം കഴിക്കോ? ചിക്കനും മീനും എല്ലാം? ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാ? ഫസ്റ്റ് ചിക്കൻ ഫ്രൈ ആ ഇഷ്ടം? ഇയാൾക്കോ? ഞാൻ ചിക്കനിൽ ഫ്രൈ മാത്രമേ കഴിക്കുള്ളൂ, വേറെ മീൻ കഴിക്കൂല, മട്ടൻ കഴിക്കൂല. അത് തന്നെ ഏർപ്പാടാടാ. അപ്പൊ ഈ ചിക്കൻ തന്നെ എത്ര രുചി? ചിക്കൻ ഫ്രൈക്ക് മാത്രം ഭയങ്കര രുചി വരാൻ കാര്യം? രുചിയല്ല, നോൺ വെജിന് ഞാൻ ചിക്കൻ ഫ്രൈ പിന്നെ വേറെ ഒന്നും കഴിക്കൂല. വേറെ ഒന്നും കഴിക്കില്ല? ഫിഷ് ഫ്രൈക്ക് കഴിക്കില്ല. ആനാ കുഞ്ഞുനാളും പോലെ കഴിക്കുകയല്ലേ? കുഞ്ഞുനാളെന്ന് പറയാൻ ഇപ്പൊ എന്നാ വലിയ വലിയ പുരുഷനൊന്നും ആയില്ലല്ലോ. ആനാ ആദ്യം അമ്മ തന്നില്ലായിരുന്നോ മീനൊന്നും? എനിക്ക് ഇഷ്ടമല്ല മീൻ. എനിക്ക് അതിന്റെ കഴിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഏയ് എനിക്ക് ആ മീനിന്റെ ഒരു സ്മെല്ല് ഇഷ്ടമല്ല. ആ ചിക്കൻ സ്മെല്ല് കേട്ട് എനിക്ക് കൊതി വരും. കണ്ട ഏറ്റവും ഇഷ്ടം മീനാ. കണ്ട. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രുചി. ഇയാൾക്ക് എല്ലാം ഇഷ്ടാ? മീൻ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് കുട്ടനാട്ട്, കാരണം അതിന്റെ ഒരു മീൻ കൂടുതൽ ഇഷ്ടം. കൂടുതൽ ഇഷ്ടമാണ്. അല്ല ആന്റി, മീനും ഇഷ്ടമാണ് നോണും ഇഷ്ടമാണ്. അതെങ്ങനെ അറിയാം? മിനോണല്ലേ പേര് വെച്ചിട്ട്? ഓക്കെ. MINON മെഡിക്കേറ്റർ അവള് കണ്ടുപിടിച്ചുണ്ട്. അത് അവന് മീനും ഇഷ്ട നോണും ഇഷ്ട. അപ്പൊ പിന്നെ നിനക്ക് ഒന്നിലും തർക്കിക്കാൻ ഒക്കത്തില്ല മോനെ. അതും ചുമ്മാ അല്ല, നേരത്തെ ഇത്രയും ബുദ്ധിയുണ്ടെന്ന് വിചാരിച്ചില്ല. അതാ ഇച്ചിരി ഉള്ളതല്ലേ എന്നാ. ഞാനൊരു 5 വയസ്സ് വരെ കംപ്ലീറ്റ് വെഗനായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചാരയോ നോണോ പാലോ അങ്ങനെയുള്ള സാധനം ഒന്നും കഴിച്ചായിരുന്നില്ല. 5 വയസ്സ് വരെ? ആനാ അങ്ങനെയായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയത്. ഇതുവരെ ഒറ്റ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല, മരുന്ന് കഴിച്ചിട്ടില്ല. ഓ അത് ശരി. അപ്പൊ എന്തുകൊണ്ട് അച്ഛനും അമ്മ അങ്ങനെ ട്രെയിൻ ചെയ്യിച്ചാ മോനെ? അത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ജീവിത രീതി ആദ്യം അങ്ങ് തന്നു. ആരോഗ്യത്തോടെ 5 വയസ്സ് വരെ വളരുക. അതിനുശേഷം പിന്നെ രോഗങ്ങൾ അധികം അങ്ങനെ ആക്രമിക്കാറില്ല, വല്ലപ്പോഴും ഒരു പനി വരും, അത്രേ ഉണ്ടാവാറുള്ളൂ. ഓ അത് ശരി. അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ലതായിട്ട് ആരോഗ്യം വരും ഹെൽത്ത് കിട്ടുന്നതാണ് പറയാം. അപ്പൊ സ്കൂളിലൊക്കെ പച്ചക്കറി ഞാൻ സ്കൂളിൽ പോകില്ല. സ്കൂളിൽ പോകുന്നില്ല? എന്ന് വെച്ചാൽ മനസ്സിലായില്ല പറഞ്ഞേ. ഞാൻ സ്കൂളിൽ പോകുന്നില്ല, ഡി സ്കൂളിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കാടൊക്കെ കണ്ട് കളിച്ച് പുസ്തകമൊക്കെ വായിച്ച് അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ. അപ്പൊ സിലബസ് ഫോളോ ചെയ്യില്ല? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സിലബസ് ഉണ്ട്, അതാണ് ഞങ്ങൾ ശരിക്കും ഫോളോ ചെയ്യണം. അല്ല അപ്പം അത് സ്പെഷ്യൽ സ്കൂൾ ഗവൺമെന്റ് സ്കൂളാണോ പ്രൈവറ്റ് ഫോമാ? ഞങ്ങളുടെ സ്വന്തം എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ഓ അച്ഛനമ്മ നടത്തുവാ അത്? ഓ അത് ശരി. ഓക്കെ. അപ്പൊ അതന്നെ മെയിൻ ആയിട്ട് എന്റെ തീം എന്താന്ന്? നല്ലൊരു മനുഷ്യനെന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, അത്രേ ഉള്ളൂ. അവർ വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരിങ്ങനെ കുറേ നാളിങ്ങനെ എഡ്യൂക്കേഷന് പുറകെ ഇങ്ങനെ നടന്ന് ഒന്നും നടക്കാതായപ്പോഴേക്കും അവർ 2 മക്കളുണ്ടായപ്പോൾ അവരിലേക്ക് അവർ പഠിച്ച എഡ്യൂക്കേഷനും അല്ലെങ്കിൽ സൈക്കോളജിയും അതെല്ലാം ചേർത്ത് ഒരു പുതിയ വിദ്യാഭ്യാസ രീതി ഉണ്ടാക്കി അത് മക്കൾക്ക് കൊടുക്കുന്നു. ഓക്കെ. അപ്പൊ ഈ സ്കൂള് ഒത്തിരി പിള്ളേരുണ്ടോ? ഇല്ല, ഞാനും എൻ്റെ അനിയത്തി മാത്രം. പക്ഷെ ഇങ്ങനെയുള്ള സ്കൂളുകളുണ്ട് കേരളത്തിൽ, വേറെ ഒരു 100-100ഓളം കുടുംബങ്ങളുണ്ട് ഇങ്ങനെ. അപ്പൊ നിങ്ങളിപ്പം ഓരോ ഇയർ ആയിട്ട് കഴിയുമ്പോഴും അപ്പൊ നമുക്ക് അതിനകത്ത് എക്സാംസ് അങ്ങനെയൊക്കെ ഇല്ലേ? എക്സാംസ് ഞങ്ങൾക്കില്ല. ഒരു വേണമെങ്കിൽ +2 മറ്റോ എഴുതി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും പരീക്ഷ വിദ്യാർത്ഥിക്ക് ആവശ്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. ശരിക്കും ഞാനിങ്ങനെ വരെയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അത് തന്നെയാണ് ഡ്രീം. നമ്മുടെ ഈ ഗവൺമെന്റ് വൈസിലൊക്കെ അതങ്ങനെ അക്സെപ്റ്റഡ് ആണോ? അത് അപ്രൂവ്ഡ് ആണോ? അത് അക്സെപ്റ്റഡ് ആണോ എന്നറിയില്ല. അക്സെപ്റ്റഡ് അല്ലായിരുന്നുവെങ്കിൽ അവരത് ചോദ്യം ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ കോളേജസിൽ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇപ്പൊ ശരിക്കും എത്ര വയസ്സ്? 16 വയസ്സ്. 16 വയസ്സിൽ ലെക്ചറായിട്ട് കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യല്ല, സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ ആയിട്ട് അവർ വിളിക്കുന്നുണ്ട്, ചെയ്യാറുണ്ട്. മോക്ക് ഇഷ്ടമുള്ള മോളുടെ ഫേമസ് ഒരു പാട്ടില്ലേ? അത് പാടും. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ, എന്നെ എപ്പോഴും കേൾക്കും. അത് പാടി. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, 2ാം നാളിൻ്റെ ജീവനമൊട്ടവനെന്തേ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, 2ാം നാളിൻ്റെ ജീവനമൊട്ടവനെന്തേ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. വെരി ഗുഡ്. നല്ല കൊച്ചു. താങ്ക് യു. നല്ല കുട്ടി, നല്ല അസലായിട്ട് പാടുന്നു അല്ലേ?
ഈ പാട്ട് ആരാ പഠിപ്പിച്ചേ? ശരിക്കും പാട്ടൊക്കെ പാടാനും കുഞ്ഞുനാളിലെ മോള് പഠിച്ചോ പാട്ടൊക്കെ? 4 വയസ്സിൽ പാട്ട് പഠിക്കാൻ തുടങ്ങി. ആർക്കാ ഇഷ്ടം? മോക്ക് ഇഷ്ടമായിരുന്നോ? അമ്മ പറഞ്ഞിട്ടോ അച്ഛൻ പറഞ്ഞോ? അത് അങ്ങനെ ആരും എന്നെ ചേർത്തിയത് തന്നെയാണ്. ആണോ? മോക്ക് ഇഷ്ടമായിരുന്നോ ടീച്ചർ വന്ന് പഠിപ്പിക്കാൻ നേരമൊക്കെ? ആ പണ്ട് TV ഒക്കെ കണ്ടിട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക. അത് ശരി. അതിന്റെ കൂട്ടത്തിലൊക്കെ പാടുമായിരുന്നോ? സ്കൂളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും അസംബ്ലി ഒക്കെ വരുമ്പോ ചെറുതായിട്ട് ഈശ്വര പ്രാർത്ഥന അങ്ങനെയൊക്കെ പാടുമായിരുന്നു അല്ലേ? ഓക്കെ. മോൾ ഒറ്റ മോളാന്നോ അച്ഛനും അമ്മയ്ക്കും? അല്ല, എനിക്കൊരു അനിയനുണ്ട്. അനിയനോ? ഓക്കെ. അനിയൻ എന്നാ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി സെക്കൻഡിലേക്ക്. ഓക്കെ. ഗൗരവ് പാടുവോടാ? ഗൗരവ് പാട്ട് പാടുവോ? പാട്ട് എന്താണ് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ സിനിമയ്ക്ക് ചെയ്തത് കൊണ്ട് അത് ഇപ്പൊ ഒരു കണ്ടിന്യൂസ് ആക്കാൻ പറ്റില്ല. പക്ഷെ സിനിമയിൽ പാടിയിട്ടുണ്ട്. മങ്കിപ്പനില് പാടിയിട്ടുണ്ട്. പിന്നെ മറ്റേ ബെന്നില് ഓ എന്ത് ജീവിതം എന്ന് പറഞ്ഞ പാട്ട് പാടിയിട്ടുണ്ട്. ഓ കൊള്ളാലോ. കടത്തി വെട്ടാൻ ആളുണ്ട് കേട്ടാ. ഒന്ന് പാടുവോ? പാട്ടോ? ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം വല്ല പാട്യോ പൂച്ച ആയാലോ. ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം വല്ല പാട്യോ പൂച്ച ആയാലോ. വെറുതെ ഇങ്ങനെ നടക്കാലോ, വെറുതെ ഇങ്ങനെ കിടക്കാലോ, ആരോടും ഉത്തരം പറയണ്ടല്ലോ. സേ ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം വല്ല പാട്യോ പൂച്ച ആയാലോ. ഓയേ ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം വല്ല പാട്യോ പൂച്ച ആയാലോ. വെരി ഗുഡ്. പാട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് പാട്ട് ഇഷ്ടപ്പെട്ടു. വരി ഇഷ്ടപ്പെട്ടു. സത്യം പറയാ വരി ഇഷ്ടപ്പെട്ടു. അതാണ് കറക്റ്റ് കേട്ടോ. മോനെ എത്രാമത്തെ വയസ്സിലാണ് മോൻ ഫിലിമിലേക്ക് വന്നത്? ഞാൻ 3ാമത്തെ വയസ്സിലാണ് സിനിമയിലോട്ട് വന്നത്. ഫസ്റ്റ് മൂവി 3ാമത്തെ വയസ്സല്ലേ, സോറി 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അതാണ് ഞാനതെങ്കിലും വായും പൊളിച്ചിരിക്കുന്നത്. 3 വയസ്സില് 3ാമത്തെ ക്ലാസ്സിൽ, അതായത് ഇപ്പൊ 23 പടമായി. 23. ഓക്കെ. അപ്പോൾ വെൽ ട്രെയിൻഡ് ആർട്ടിസ്റ്റ് ഒക്കെയാ. അതും ഈ പറഞ്ഞ നാഷണൽ അവാർഡൊക്കെ കിട്ടിയതല്ലേ? അത് മിനൻ ചേട്ടന് കിട്ടിയിട്ടുണ്ട്. ഞാൻ മിനൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാം, അത് അങ്ങോട്ട് ഞാൻ ചോദിച്ചോളാം. ഇപ്പൊ ഗൗരവ് എന്നോട് പറയൂ, ഈ നാഷണൽ അവാർഡ് കിട്ടിയപ്പോ അതിന്റെ ആ സീരിയസ്നെസ്സും അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ അറിയായിരുന്നോ? അത് ചുമ്മാ ഒരു സ്കൂളിൽ ഒരു പ്രൈസ് കിട്ടുന്ന പോലെയാന്ന് വിചാരിച്ചോ? എല്ലാരും പറഞ്ഞ് അറിയാം. അപ്പൊ ഒരു സന്തോഷം തോന്നി അല്ലേ? അതെന്റെ ഹെവിനെസ് എന്താന്ന് മനസ്സിലായിരുന്നു. പിന്നെ സത്യത്തില് അവിടെ എന്താണ് അവിടെ പരിപാടി അവിടെ ഫംഗ്ഷന് നിന്നിട്ട് ശരിക്കും ഞാൻ വിചാരിച്ചു എന്നെ ഒരു 5-6 വർഷം എന്നെ ചെക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറ്റേ. പിന്നെ എന്നെ ഞാൻ വിചാരിച്ചു കുട്ടികൾ എന്ത് തീവ്രവാദികളാണ്, കുട്ടികൾ എന്ത് ചെയ്യാനാണ്. അതാണ്. പിന്നെ അവിടെ മൊത്തം സെക്യൂരിറ്റീസ് ആയിരുന്നു, മൊത്തം ചുറ്റും CSFന്റെ മിലിറ്ററി എല്ലാവരും. ഓക്കെ. ഇത് പ്രസിഡന്റിൽ നിന്ന് നമ്മൾ അവാർഡെല്ലാം മേടിച്ചിട്ട് തിരിച്ച് സ്കൂളിൽ വന്നപ്പോഴേ എന്നാ ഒരു ഇതാ തന്നെ? സ്കൂളിൽ പോയിട്ടില്ല, വെക്കേഷൻ അല്ലേ. ഈ പറഞ്ഞോട്ട് അങ്ങ് അറ്റത്തെ ആൾക്കും കൂടെ ഇതേപോലെ നാഷണൽ അവാർഡ് കിട്ടിയില്ലേ മോനെ? ഞാൻ ഇന്ന് വരുമായിരുന്നു. ഞാൻ വന്നിട്ട് എന്റെ കിരീടം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയായിരുന്നു. എന്റെ തലയിലായിരുന്നു ഇത്ര നേരം. അങ്ങനെ. ഓക്കെ. എങ്ങനെ വരല്ല, ബെസ്റ്റ് ചൈൽഡ് ആക്ടർ തന്നെ. ആവശ്യത്തെ എല്ലാ അവാർഡും എനിക്കായിരുന്നു. 101 ചോദ്യങ്ങൾ പറഞ്ഞ പടത്തിനായിരുന്നു. ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇരട്ട പേര് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ടൈം തൊട്ടേ നാഷണൽ അവാർഡ് എന്നായിരുന്നു. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ സെറ്റിൽ എൻ്റെ അഭിനയത്തിൻ്റെ ആ ഒരു ഇതും അതെല്ലാം അതല്ല ഗൗരവം കണ്ടിട്ട് അവർ എന്തോ പറഞ്ഞാന്ന് തോന്നുന്നു. നാഷണൽ അവാർഡ് അത് കളിയാക്കാൻ വേണ്ടി വിളിച്ചു തുടങ്ങിയാണെന്ന് തോന്നുന്നു. എന്തോ അങ്ങനെ വിളിച്ച് ഈ സാധനം കയ്യിലോട്ട് കിട്ടി. സത്യം പറയാലോ, ഇവൻ്റെ അത്രയും ഗൗരവത്തിൽ ഞാൻ നാഷണൽ അവാർഡിനെ കണ്ടിരുന്നില്ല തീർച്ചയായിട്ടും. അപ്പം അത് കിട്ടുന്ന സമയത്ത് ഞാൻ ഇനി കളിച്ചടക്കുന്ന സമയമായിരുന്നു. തീരെ മനസ്സിലായിരുന്നില്ല. അതിനൊക്കെ ഒരു ശേഷം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ നോക്കുമ്പോൾ ഞാനെന്തോ ഇത്രയൊക്കെ വലിയ ഒരു അവാർഡിലാണ് സ്പർശിച്ചത്, എവിടെയൊക്കെയാണ് പോയെന്നൊക്കെ നോക്കുമ്പോൾ വലിയൊരു അത്ഭുതം തോന്നാറുണ്ട്. വര എൻ്റെ അച്ഛനും അമ്മയും ആർട്ടിസ്റ്റുമാരായിരുന്നു. ഞാൻ വരക്കാരനായില്ലെങ്കിൽ അത്ഭുതം ഉണ്ടാകുമായിരുന്നുള്ളൂ. ഇതേ ഈ കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞിന് കുറേ ഫാൻസിനെ കിട്ടിയില്ലേ? അപ്പൊ എന്നെ തോന്നി എല്ലാരും വന്നിട്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ ഭയങ്കര സന്തോഷം ഉണ്ടാവും. ആണോ? അവരോടൊക്കെ വർത്താനം പറയോ? എന്നൊക്കെ ചോദിക്കും? ഈ വലിയ ആന്റിമാരും അമ്മമ്മമാരും ഒക്കെ അല്ല വന്ന് വർത്താനം പറയാ. അപ്പൊ അവരോടൊക്കെ എന്നൊക്കെ വിശേഷ പറയാ? അവരൊക്കെ കൂടുതൽ ചോദിക്കും എന്താണ് എല്ലാരും പറയല് ഞാൻ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ
എല്ലാ പരിപാടികളും ഇരുന്ന് കാണാറുണ്ട്. എന്തെങ്കിലും ആഡൊക്കെ കണ്ടപ്പോ ഇരുന്ന് കാണുന്നൊക്കെ പറയും. ഓ അത് ശരി. അപ്പൊ സന്തോഷല്ലേ? സ്കൂളിൽ ചെല്ലുമ്പോ ടീച്ചർമാരോ? ടീച്ചർമാര് നല്ല സപ്പോർട്ട്. നല്ലതായിട്ട് പഠിക്കുന്നോണ്ട് പിന്നെ ടീച്ചേഴ്സ് ഒന്നും പറയത്തില്ല അല്ലേ? പഠിച്ചോളും. സ്കൂളിൽ ഉഴപ്പിയാലും പഠിക്കുകയല്ലേ? അപ്പൊ ഓക്കെ. ഇനിയിപ്പോ ഞാൻ കുറെ നേരമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പനീർ ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ടെൻഷനേ ആക്കണ്ട. ഇത് പനീർ വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം. യാത്രയോട് തന്നെ ഇത്ര ഇഷ്ടം തോന്നുന്നേ? ഞാനിപ്പോൾ ശരിക്കും ഒരുപാട് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് നിൽക്കുന്നതായിരുന്നു. തന്നെ 2 ദിവസം കഴിഞ്ഞൊരു യാത്ര, ഇങ്ങനെ കാട്ടിലോട്ട് യാത്ര പോകാനുള്ള ലൈസൻസ് കിട്ടി നിൽക്കുക. കാട്ടിലോട്ട് യാത്ര പോകാനുള്ള ലൈസൻസോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്ര ഇങ്ങനെ പ്ലാൻ ചെയ്തെല്ലാം റെഡിയാക്കി. അഡ്വഞ്ചറസ് ഇഷ്ടം? അഡ്വഞ്ചറസ് എന്നല്ല, കാടിനൊരു പ്രത്യേക ശാന്തതയും ഒരു തണുപ്പും. ഇതൊക്കെ പറയാൻ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിൽ പോകാൻ ഇഷ്ടം. പക്ഷെ കാടിനകത്തോട്ട് വയ്ക്കുമ്പോൾ പേടിയുണ്ട്. ഉള്ള കാര്യം പറയാം. ഇല്ല, എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മുടെ നാടിനേക്കാളും സേഫാണ് കാട്. കാട്ടിലാണെങ്കിൽ ഒരു കടുവയായാലും പുലിയായാലും ഇവരെല്ലാവരും ഒരു എഴുതിയേക്കുന്ന ഒരു നിയമമുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ മനുഷ്യരങ്ങനെയല്ല. അവരെപ്പോഴും ഉള്ള നിയമങ്ങളെ തന്നെ ഇങ്ങനെ എപ്പോഴും മാറ്റി മറിച്ച് അങ്ങനെ ഇങ്ങനെ എല്ലാ രീതിയിലുമാണ്. എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാട്ടിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ അവരൊക്കെ ഭയങ്കര ജെന്റിൽമാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഒരു പരിധിയുണ്ട്. അത് വിടാതെ മറ്റൊരെണ്ണത്തെ അവർ അറ്റാക്ക് ചെയ്യില്ല. നമ്മളത് സേഫായിട്ട് നിൽക്കാൻ ശ്രദ്ധിച്ചാൽ മതി. വെരി ഗുഡ്. അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ മിനന്? എന്ത് നല്ല കാര്യം മിനൻ പറഞ്ഞ്. എത്ര പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട് മുന്നേ? ഞാനൊരു 30,000 ഒക്കെ കാണുന്നുണ്ടാവും. ഒരു 80ഓളം എക്സിബിഷൻസ് ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ ഏങ്ങിപ്പോയി. നിന്റെ പ്രായത്തിൽ വീഴാം. ഞാൻ ഏങ്ങിയതേ 30,000 എങ്കിലും ആയിട്ടുണ്ടാവും. വെരി ഗുഡ്. പ്രായത്തിൽ തുടങ്ങി മോനെ? അല്ല, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വീട്ടിൽ ജനിച്ചപ്പോൾ തൊട്ടേ ഇങ്ങനെ വരയ്ക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തറയായിരുന്നു എൻ്റെ ലോകം. ചുമ്മാ ഇങ്ങനെ കുത്തി വരച്ച് തറയിൽ ഇങ്ങനെ കിടക്കുക, കരി എടുത്ത് വരയ്ക്കുക, ചോക്കെടുത്ത് വരയ്ക്കുക. അപ്പൊ അച്ഛനും അമ്മ ഫുൾ ഫ്രീഡം തന്നിരുന്നു. ഞങ്ങളൊരു വീട് മൊത്തത്തിൽ കുട്ടിച്ചോറാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇയാൾക്കോ? മിനന്റെ അനുഭവം പറഞ്ഞു. നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ മിനൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു. ഇതായിരുന്നോ എന്ന് തോന്നി. പക്ഷെ അപ്പൊ ഗൗരവന ആ ക്യാരക്ടറിനെ കുറിച്ചും ആ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോഴും അത്രയും സീരിയസ് ആയിട്ടൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത ഒന്നും മനസ്സിലായില്ല. അത് സീരിയസ് റോൾ ആയിരുന്നു. സീരിയസ് റോൾ ആയിരുന്നു. ആ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ക്യാരക്ടർ എങ്ങനെയാ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാരക്ടർ ഫ്രീക്ക് ഔട്ട് ക്യാരക്ടറാണ്. പക്ഷെ ഈ ക്യാരക്ടർക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തുനിന്ന് വേറൊരു ലോകത്തിലോട്ട് പോകുമ്പോൾ കുറേ അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് പറയാൻ പറ്റാത്തൊരു പ്രയാസം. അപ്പൊ ഈ ക്യാരക്ടർ കേട്ടപ്പോൾ അച്ഛനമ്മ ഹെൽപ്പ് ചെയ്ത മോനെ ക്യാരക്ടർ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട്? പിന്നെ ഞാൻ എന്താണ് ഇതിനു വേണ്ടി ഞാൻ ഡയറക്ടറിനോട് കുറേ അതായത് ഇങ്ങനത്തെ കുട്ടികളെ കണ്ട് മനസ്സിലാക്കണം. അതായത് ഇങ്ങനെ, കാരണം ഇതിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഇങ്ങനെ പോയിട്ട് സൈക്കിക്കാവും ലാസ്റ്റ്. സൈക്കിക്കാം. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെ കണ്ട് പഠിക്കാൻ അങ്ങനെ കുറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ശരി. അതിന് വേണ്ടി അച്ഛനമ്മയും പോയോ? മോനെയും കൊണ്ട് പോയോ? അപ്പൊ ഇയാൾ ഒത്തിരി അഡ്മയർ ചെയ്യായിരുന്നു അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ഒരു ബിഹേവിയറും അവരെങ്ങനെ ചെയ്യുന്ന ഓരോ ഫുഡ് കഴിക്കുമ്പോഴുള്ള രീതികൾ എങ്ങനെയാണ്. അപ്പൊ ഇച്ചിരി നമ്മൾ ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറച്ച് ഹോംവർക്ക് ചെയ്തു അല്ലേ? പിന്നെ ഇത് കണ്ടു പഠിച്ചുകൊണ്ട് ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഈസി ആയിരുന്നു. അത് ശരി. അപ്പൊ അവാർഡ് കിട്ടിയപ്പോ കുറച്ച് സന്തോഷം കൂടുതൽ തോന്നി അല്ലേ? ഓക്കെ. ഇത്രയും വിശേഷമൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ എന്റെ ഒരു സസ്പെൻസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം തരാം. ഫ്ലോട്ട് തരട്ടെ. ക്രീമി ഫ്ലോട്ട് എന്നാ എന്റെ പേര്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാ? ചോക്ലേറ്റ് ആണോ വാനില ആണോ? ചോക്ലേറ്റ്. മിനന്ന ചോക്ലേറ്റും ഇഷ്ടമാണ്. ഏത് കുഞ്ഞുങ്ങളല്ലേ ചോക്ലേറ്റ് ഇഷ്ടമല്ല എന്ന് പറയുന്നത്? പാവല്ലേ പിള്ളേർക്ക്. ഇനി നമ്മുടെ ഫ്ലോട്ട് കൊടുക്കാം.
ചെന്ന് കഴിച്ചിട്ടേ നല്ല തണുപ്പാണ് ശ്രേയ. പാട്ടിന് തൊണ്ടയ്ക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ അമ്മയോട് പറയണം, ഇതിന് തണുപ്പേ ഇല്ലായിരുന്നു. അപ്പൊ ശരി, അറ്റാക്ക്. ഇനി വർത്താനം പറയല്ല ഞാൻ. ഇല്ല, ഇനി അപ്പൊ നിങ്ങൾ ഇനി കഴിച്ചോ. ആത്മാവിലേതോ മൃദുമന്ത്രണം ആദ്യാനുരാഗം ഇതളാർന്നതോ കാണുമ്പോഴൻ കരളിലെ മൈനമൂളിയോ മൗനങ്ങളിൽ മൊഴിമഴ ചാരി വീണുവോ